150. ഇതൊക്കെ 2 അതുല്യ ബോൾ അതുല്യ അടിക്കാൻ എത്ര ഉണ്ടാവോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കാത്ത് ഇരുന്നിട്ട് നമ്മൾ ഗോവയിൽ പോകുന്ന ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മാറ്റി ഒരുങ്ങി അത് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴ കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു മഴയും ആകെ ഒരു വൃത്തികെട്ടൊരു ദിവസമായി പോയ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയത്. എല്ലാം ചളമായി, മഴ പെയ്തപ്പോഴേ എൻ്റെ മോന്തയെല്ലാം ഇതായി പോയിട്ടോ. അങ്ങനെ ഞാനിതാ ബസ് കാത്തിക്കണം. കുറേ കഴിഞ്ഞിട്ട് ബസ് തന്നെ കിട്ടിയത്. നമുക്ക് 2 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു വന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ സാർമാരൊക്കെ എല്ലാവരും കയറ്റി നിർത്തി. എന്നിട്ടിതാ അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെൻറ്ററിൽ നിന്ന് 2 സാർമാരും അതുപോലെ തന്നെ 3 ടീച്ചേഴ്സുമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് അക്ഷയും അതുപോലെ തന്നെ ഫെബിനൊക്കെയാണ് നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് കേട്ടോ. ബസ് വന്നിട്ടുണ്ട്, റോളക്സാണ് കേട്ടോ. അങ്ങനെ ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ലക്ഷ്യം സീറ്റ് കിട്ടുമോ ഇല്ലയെന്ന്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടണ്ടേ. അങ്ങനെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ സീറ്റൊക്കെ കിട്ടി നമ്മളിത് ഇരുന്നിട്ടുണ്ട്. എല്ലാവരും കയറിയിരുന്നു. പിന്നെ സിസ്റ്റർ കയറിയിട്ടില്ല കേട്ടോ, കസിൻ കയറിയിട്ടില്ല. മാനന്തവാടിയിൽ നിന്നാണ് കയറുക കേട്ടോ. അങ്ങനെ അപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ പാട്ടിട് എന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. എല്ലാവരും ഒരേ ഇതെന്നല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് കുറേ ആൾക്കാരെയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പോക്ക് കൊണ്ടാണ് കുറേ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടത്. അങ്ങനെ നമ്മൾ മാനന്തവാടി കഴിഞ്ഞ് കുറച്ചപ്പുറം കർണാടക ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഒരു 7 മണി അങ്ങനെ എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ബിരിയാണി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു മീനിൻ്റെ മസാലയൊക്കെ പോലെ എനിക്ക് തോന്നി കേട്ടോ. അതുമല്ല നേരത്തെ ആയതുകൊണ്ട് തന്നെ ഫുഡ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അധികം ആൾക്കാരും ഫുഡ് മതിയാക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോൾ നല്ലോണം വിശന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ അവിടെ എത്തിയിട്ട് വേണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പം ബിരിയാണി എല്ലാവരും വഴിയോരത്ത് ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആകെ പെട്ടുപോയതിന്. അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെള്ളാസ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി മതിയാക്കി കുറേ ആൾക്കാർ മതിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ ഗോവയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസൊക്കെ നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ രാവിലെ എത്തി. നമ്മളെ റൂമൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ എത്തി. അപ്പോൾ എനിക്ക് ചെറിയ ജലദോഷം, ചുമയൊക്കെ, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എത്തിയപ്പോൾ വന്ന കോലം എങ്ങനെയായിരുന്നു, അപ്പോൾ ഇവിടെ എത്തിയപ്പോഴുള്ള കോലം നോക്ക് നിങ്ങൾ. അങ്ങനെ ഇവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ സൂര്യനൊക്കെ ഉദിച്ചിരുന്ന് അങ്ങനെ നല്ല രസമുണ്ട് ആ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ബേക്കിൽ ഒരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു റൂമാണ് കേട്ടോ. അതായത് ഞങ്ങളെ ഗേൾസിന് വേണ്ടിയിട്ട് ഒരു റൂമാണ് എടുത്തത്. പക്ഷേ ഒരു റൂമിൽ 4 പേര് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു റൂമാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചാവി വാങ്ങാനും അതിൻ്റെ ഓരോ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാർമാരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഈ പൂളിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിൽ കൊള്ളുകയാണ് കേട്ടോ. വിചാരിച്ചത്ര തണുപ്പും കാര്യങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ സാധാ നോർമലായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ റൂം തുറന്നു. ഇതാണ് നമ്മൾ റൂം കേട്ടോ. അപ്പം AC ഉണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു മിററുണ്ട്, പിന്നെ സാധനങ്ങൾ വെക്കാനുള്ള ടേബിളുണ്ട്, പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, പിന്നെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് റൂമിൽ കയറിയപ്പോൾ തന്നെ ഒന്ന് സമാധാനമായിട്ടുണ്ട് കേട്ടോ കുറച്ച്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കുകയാണ്. എന്താണ് ആകാംക്ഷയാണ്. റൂമിൽ എല്ലാവരും കൂടി വന്ന് കയറിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി മാറ്റി. ഇതാണ് നമ്മളെ ടീംസ് കേട്ടോ. ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആൾക്കാരാണ്. അതിൽ 4 ബോയ്സും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്ഥലത്താണ് കേട്ടോ വന്നത്. അത് ഒരു കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നു.
അപ്പോൾ അധികം ഇവിടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതുപോലെ നമ്മളെപ്പോലെ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെയാണ് അധികം ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായയൊക്കെ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ രാവിലെയല്ല ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ ഇങ്ങനെ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോവുക, അവർ നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഭൂരി ഉണ്ടായിരുന്നു, പിന്നെ മക്രോണി ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം വാങ്ങി തോന്നുന്നു. അല്ല, ഉപ്പുമാവ് വാങ്ങിയില്ല. പിന്നെ ഭൂരിയും മക്രോണിയും വാങ്ങി. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയില്ല കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം എടുത്തിട്ട് പോവുക. പിന്നെ ചായ നമ്മൾ സ്വന്തം കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മളിതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വൈബിന് ഒരിക്കലും കിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട ഉണ്ട്, ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ അധികം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബാഗുണ്ട്. ഈ കാണുന്ന ബാഗിനൊക്കെ 300 രൂപയാണ് കേട്ടോ. ഏതെടുത്തിട്ടുണ്ടെങ്കിലും 300 രൂപയാണ് കേട്ടോ ഈ ബാഗിലൊക്കെ ഉള്ളത്. ഈ ബാഗിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തൊപ്പിക്കൊക്കെ 200 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഓരോന്നിടത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊരു തൊപ്പിയാണ് ഞാൻ വാങ്ങിയത്. അത് ഇവിടെ നിന്നല്ല കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഓരോന്ന് എല്ലാവരും കയറി ഇങ്ങനെ പരതിയും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അധികം ഞാൻ കണ്ടിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മാലകൾ, അതുപോലെ തന്നെ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ നെക്ലേസുകൾ, പിന്നെ കയ്യിലിടുന്ന ഒരു ബാൻഡ്, അതൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത്, എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ വാങ്ങിയിട്ടില്ല ഗൈസ്. ഇതിനൊക്കെ എത്ര റേറ്റ് എന്ന് വെച്ചാൽ 200, 150 അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അഗ്വാഡ ഫോർട്ടിലേക്കാണ് കേട്ടോ. അതിന് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അധികം ഇവിടെ ഉള്ളത് ഇതുപോലെയുള്ള കടകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുറേ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ എത്തി ഇറങ്ങി. അപ്പോൾ ക്യാപ്പൊക്കെ വാങ്ങാനുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ 2-3 വെച്ച് നോക്കി, പക്ഷേ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും ഇവിടെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. കരിഞ്ഞു പോകുക അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെ അധികം ഇങ്ങനത്തെ ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ സൺഗ്ലാസ് വാങ്ങണേ വാങ്ങാം, അതുപോലെ തന്നെ ക്യാപ്പ് വാങ്ങണേ വാങ്ങാം. പിന്നെ നമ്മൾ വില പേശിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നപ്പോൾ ഫുള്ള് ചെങ്കല്ലിൻ്റെ ഒരു ഇതാണ് കേട്ടോ, സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാക്കില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്, ഇതൊക്കെ ചെങ്കല്ലാണ്. ആ സ്റ്റെപ്പൊക്കെ വരുന്നത് ചെങ്കല്ലിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ കയറി. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അധികവും ഡിസംബർ മാസത്തിലൊക്കെയാണ് തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ടാവാറ്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ട് ബീച്ച് കാണാം, അതുപോലെ ബോട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് സ്ഥലം, മൊത്തം കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിലൂടെ ഇങ്ങനെ നടക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു വെയിലടിച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം തണലത്ത് പോയി ഇരുന്നു കേട്ടോ. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ നമുക്ക് അവിടുത്തെ വെയിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അങ്ങനെ നന്നായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ റീലിടാനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് വേറൊരു ബീച്ചിലാണ് കേട്ടോ. ഈ ബീച്ചിൻ്റെ പേര് അങ്കോറിയം ഈ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സിങ്കോറിയം ബീച്ചിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ സ്റ്റെപ്പ് ഉണ്ട്, അതിലൂടെ നമ്മൾ ഇറങ്ങി. ഇവിടെ അങ്ങോട്ടേക്കാണ് തോന്നുന്നത് കുറേ ഇതിലുള്ളത്. നമ്മൾ ഇറങ്ങിയത് കുറച്ച് ഇതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ ഇറങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 80 രൂപയായിരുന്നു കേട്ടോ.
അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ റൂമ് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു 4:30 ആകുമ്പോഴാണ് നമ്മളോട് മാറ്റി ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാൽക്കണി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ബാൽക്കണി. ഇവിടെ നോക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒരു തടാകമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണിത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്തു, കഥയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് ഇനി നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. അതും ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നിന്ന റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെയുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഷർട്ടിനൊക്കെ വരുന്നത് 250, 300ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. വാങ്ങേണ്ടവർക്ക് വാങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ബസ് വരുന്നവരെ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഈ തുണിയൊക്കെ പറയുന്നത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഷർട്ട് ഇങ്ങനത്തെ മോഡലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഗേൾസിന് പറ്റിയിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോപ്പൊക്കെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഇതാക്കിയ പോലെ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. വെറുതെ നമ്മൾ വാങ്ങിയിട്ട് കീറി ഇവിടെ എത്തുമ്പോഴത്തേക്കും കീറിയ തുന്നിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ. പിന്നെ അതുമെല്ലാം നേലടിക്കുന്ന പോലത്തെ അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ മോഡലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ലോക്കലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇതൊക്കെ നോക്കി നിന്നു. പിന്നെ ഇതുപോലുള്ള സ്ട്രഗ് ഉണ്ടായിരുന്നു കേട്ടോ. കോട്ട് പോലുള്ള ജാക്കറ്റ് പോലെ വരുന്ന ഇങ്ങനത്തെ സ്ട്രഗ് ഉണ്ടായിരുന്നു. ഇതിന് 300 രൂപയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും അധികം 300, 200ഒക്കെ തന്നെയായിരുന്നു പറഞ്ഞത് കേട്ടോ. പിന്നെ ഏതോ ഒരു ടോപ്പിന് ഞാൻ ചോദിച്ചപ്പോൾ 600 പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരോട് സംസാരിക്കാൻ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സംസാരിച്ച് ഒരു കുറച്ചൊക്കെ തരും കേട്ടോ. പിന്നെ നമ്മളെ അങ്ങനെയൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൊട്ട് ഇപ്പുറത്ത് ഇതുപോലെ പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല വാലറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് വാലറ്റ് നമ്മളെ കാർഡൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനും 300, 200, 250 ആ ഒരു റേറ്റാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ പോയിട്ടുള്ള എല്ലാ സാധനവും കിട്ടും. അതായത് കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടേക്കാണ് ബാറിൽ പോകണം, അല്ല ബീവറേജിലൊക്കെ പോകണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതുപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്, അവിടെ നമുക്ക് വാങ്ങാം കേട്ടോ. അങ്ങനെ നമ്മളെ താഴെ തന്നെയുള്ള ഷോപ്പാണ്, അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഡ്രസ്സ് വേണമെങ്കിൽ കയ്യിലെടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതന്നെ ഇട്ട് നനയാം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതൊരു പഴയതാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീഡിയോ ഓണാക്കാൻ പറഞ്ഞിട്ട് വീഡിയോ നേരത്തെ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ക്യാമറേൻ്റെ അത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ചത് കേട്ടോ. അങ്ങനത്തെ ഷർട്ടൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ വെച്ച് നോക്കുകയാണ്. എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ പോയി പരതുന്ന സ്വഭാവം അതെനിക്ക് എപ്പോഴും വിട്ട് മാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമല്ല, കുറച്ച് അധികം സമയമായി തോന്നുന്നു ഇവിടെ തന്നെ ചിലവഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ബസ് വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ റോട്ടുമ്മക്ക് അങ്ങോട്ട് ഇറങ്ങിട്ടോ. റോട്ടുമ്മൽ ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയി. അവിടെ പോയപ്പോഴും ഇതേപോലുള്ള പ്രിൻറ്റിൻ്റെ ടോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ സ്ലീവ്ലെസ്സൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടാലും നമുക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ചെറിയ സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ബാഗ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ബസ്സിൽ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അധികം നടക്കാനുണ്ട് ഇവിടുന്ന് കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോഴും ഇതുപോലുള്ള ഷോപ്പുകൾ തന്നെയായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നത്. കാരണം ബീച്ച് ആയതുകൊണ്ട് ഇതുപോലുള്ള ഷർട്ടുകളും അതുപോലെ തന്നെ ടീഷർട്ടുകളും ഷോർട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഇങ്ങനത്തെ ഷോപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് എത്രയാണ് എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ. വെറുതെ അവിടെ വായി നോക്കി നിന്ന്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ പോയി നമ്മൾ ബീച്ചിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ ബീച്ച്. എനിക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും നല്ല വൈബായിട്ട് തോന്നിയതും ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ പൊള്ളി ബീച്ചായിരുന്നു കേട്ടോ. അതായത് രാത്രി 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റൊക്കെ രാത്രിയാണ് ഇത് ശരിക്കും കാണേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 ആൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ബാക്കി ആരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അത് ചാടുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ.
അങ്ങനെ ഇറങ്ങിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചതാണ്. ഫുള്ളും ലൈറ്റുകളും ഇതൊന്നും അറിയാത്ത ആരുമാണ് കേട്ടോ. അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ തണുത്ത് വിറച്ചിരിക്കുന്നത് കൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ രാത്രി ഇതവിടെ ഫുൾ പാർട്ടി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. രാത്രി കാണാനാണ് ഏറ്റവും കൂടുതൽ രസം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറിയിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും 200, 250, 300, 400 ഒക്കെയാണ് ഇവിടെ ഷർട്ടിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞിരിക്കുന്നതും കൊണ്ട് ഞാൻ എന്താക്കിയാൽ പിന്നെ ഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചത് മാറ്റാമെന്ന് വിചാരിച്ചത് ഞാനൊരു ഷർട്ട് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പിന്നെയാണ് പറഞ്ഞത് റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കേണ്ടവർക്ക് ചേഞ്ച് ആക്കാം. അങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പൊറാട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ബാഗ ബീച്ചിൻ്റെ വേറൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് ഇറക്കിയത്. അവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് നമ്മളെ റൂമിലേക്ക് എത്തണം കേട്ടോ. അപ്പം പിന്നെ ബസ് നമ്മളെ കൂട്ടാൻ വരില്ല. ഇവിടുന്ന് നമ്മൾ നടന്ന് ബീച്ചൊക്കെ എത്തി. ബീച്ചിൽ നിന്ന് നടന്ന് നമ്മൾ റോട്ടിൽ കൂടെ നടന്ന് നമ്മൾ റൂമിലേക്ക് എത്തണമായിരുന്നു കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. 2 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കി കണ്ട് ഷർട്ടിനൊക്കെ 250 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുന്നൊന്നും ഞങ്ങളൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞ് നമുക്ക് തിരിച്ച് വരുന്നേരം വാങ്ങാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിലാണ് അല്ലാട്ടോ വന്നത്. വേറൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ കയറിയത് കേട്ടോ. അങ്ങനെ ഇവിടെ രാത്രിയാണ് നല്ല തിരക്കുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ബാഗ ബീച്ചിൻ്റെ വേറൊരു സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ നല്ല ഡാൻസും പാട്ടുമൊക്കെ വെച്ച് ഓരോരുത്തർ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ആ ലൈറ്റൊക്കെ ഇട്ടില്ലേ, അവിടെ കയറിയിരിക്കണമെങ്കിൽ പൈസയൊക്കെ കൊടുക്കണം കേട്ടോ. അല്ലാത്തവർക്ക് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ നിന്നിട്ട് പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക. പിന്നെ ഓരോരുത്തർ സ്വന്തമായിട്ട് പാട്ട് പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം കേട്ടോ. പാട്ടും വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ ബീച്ചിൻ്റെ രാത്രി നൈറ്റ് അടിപൊളിയായിട്ടുള്ള വൈബാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ വന്നിരിക്കണം. സൂപ്പറായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ രാത്രി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നടന്ന് ഞങ്ങളിതാ എത്തിയിട്ടുണ്ടായിരുന്നു. റൂമിലെത്തി. പിന്നെ കുറച്ച് കടലൊക്കെ തിന്ന് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കടല തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഗോവയിലെത്തിയിട്ടുള്ള ഡേ 1 ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡേ 2 ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു ബ്ലും.